യേശുവിൻ്റെ അടുക്കൽ അനേകം ആളുകൾ കൂടുന്നുണ്ടെങ്കിലും എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നില്ല. യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ച് അവനിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് മാത്രമേ സൗഖ്യവും രക്ഷയും ലഭിക്കുകയുള്ളൂ. ആമേൻ. ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. ഇന്നത്തെ വചന ധ്യാന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 43 വരെയുള്ള ഭാഗമാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതിന് ശേഷം ഗ്രാമവാസികൾ ആവശ്യപ്പെട്ടതുപോലെ യേശു കടൽ കടന്ന് മറുകരയിലെത്തി. യായിറോസിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൽ യേശുവിനെ അനുഗമിച്ചതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീകളെ യഹൂദന്മാർ അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത്. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ വായിക്കുക. അതുകൊണ്ട് അവൾ യേശുവിന്റെ പിമ്പിൽ കൂടി വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അതേ നിമിഷത്തിൽ അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ്. 12 വർഷക്കാലമായിട്ട് അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ഡോക്ടർമാർ കഴിഞ്ഞില്ല. അവളുടെ പണമെല്ലാം കൊടുത്തു, പക്ഷേ പണത്തിന് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പണത്തിന് കൊടുക്കാൻ കഴിയാത്തത്, പണത്തിന് സാധിക്കാൻ കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത് ഇന്ന് വൽക്കാലം യേശുവിന് കഴിയുമെന്നുള്ളതാണ്. യേശു നിന്റെ എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും ഇന്ന് വൽക്കാലം വിശ്വാസത്തോടെ യേശുവിന് മുമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഇപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ്. ആമേൻ. യേശുവിന്റെ വസ്ത്രത്തിലായിരുന്നില്ല, സൗഖ്യമാക്കുന്ന ശക്തി യേശുവിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പലരും കൃപയുള്ളതും രോഗശാന്തി വരമുള്ളതുമായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ തപ്പി നടക്കുകയാണ്. യേശുവിലല്ല വിശ്വാസം, യേശുവിന്റെ വസ്ത്രത്തിലാണ്. ആമേൻ. ഇവിടെ സ്ത്രീ യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു എന്നാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഏതോ മന്ത്രവാദം പോലെ അവൾക്ക് സൗഖ്യം ലഭിച്ചതല്ല, മറിച്ച് അവൾ പ്രവർത്തിച്ച ദൈവശക്തിയാലായിരുന്നു അവൾ സൗഖ്യം പ്രാപിച്ചത് എന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് പലരും രോഗസൗഖ്യവും അനുഗ്രഹവും ആലോചനയും മാത്രം മതി, യേശുവിലുള്ള വിശ്വാസവും സമർപ്പിക്കപ്പെട്ട ജീവിതവും ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തിൽ യേശു ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. ആമേൻ. ഗദരദേശത്തെ ഭൂതങ്ങളെല്ലാം കൂടി പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചത് മൂലം മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. അത് കണ്ട് പട്ടണവാസികൾ യേശുവിനെ ആ സ്ഥലം വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. കാരണം കൂടുതൽ മൃഗങ്ങൾ ചാകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ദൈവത്തിനായിരിക്കുന്ന യേശുവിനേക്കാൾ വില അവർ പന്നികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് അവനെ നോക്കി. കാരണം ജനങ്ങളെല്ലാം തന്നെ അവനെ ഇങ്ങനെ തിക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. യേശുവിൽ വിശ്വസിച്ച് തൊട്ട് സൗഖ്യം പ്രാപിച്ച സ്ത്രീ എല്ലാവരും കാണത്തക്ക നിലയിൽ മുന്നോട്ട് വരണമെന്ന് യേശു ആവശ്യപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ദൈവത്തിലെ ശുശ്രൂഷയുള്ള ദൈവദാസന്മാരെ, നിങ്ങൾ മാറി നിൽക്കുവാനല്ല, അകന്നു നിൽക്കുവാനല്ല, മുന്നോട്ട് വരുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ആരൊക്കെ മാറ്റി നിർത്തിയാലും എത്ര തന്നെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും മുന്നോട്ട് കടന്നു വന്ന യേശു നിന്നെ ശക്തമായി ഉപയോഗിക്കുമെന്നുള്ളതാണ്. ആമേൻ. സഹോദരൻ, യേശുവിനെ കൂടാതെയുള്ള വിശ്വാസം അന്ധമായ വിശ്വാസമാണ്. യേശുവിന്റെ ശക്തിയും നമ്മുടെ വിശ്വാസവും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ രോഗസൗഖ്യവും രക്ഷയും ലഭിക്കുകയുള്ളൂ. ആമേൻ. ഇവിടെ രക്തസ്രാവമുള്ള സ്ത്രീ മുന്നോട്ട് വരുവാൻ താമസിച്ചപ്പോൾ യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 35-36 വാക്യമാണ്. ആമേൻ. സ്തോത്രം. യായിറോസിന്റെ മകൾ മരിച്ചു പോയിരുന്നു. എന്നാൽ യേശു യായിറോസിനോട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടാൽ, യേശുവിന് വേണ്ടി നീ ജീവിച്ചാൽ, യേശു നിനക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും, അനുഗ്രഹമായിരിക്കും, ഉയർച്ചയായിരിക്കും എന്നുള്ളതാണ്. ആമേൻ. യേശു പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല. ഇത് കേട്ട ഉടനെ കൂലിക്ക് കരയുവാൻ വന്നിരിക്കുന്നവർ പരിഹസിച്ചു. അവർ കപടക്കരച്ചിലുകാരാണ്. കാരണം അവർ ഒരേ സമയം കരയുകയും ഒരേ സമയം ചിരിക്കുകയും ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ബാല ജീവിക്കണമെന്നില്ല. അവൾ ജീവിച്ചാൽ കരയുന്നവരുടെ ആവശ്യമില്ലാതെ പോകും, അവരുടെ വരുമാനം ഇല്ലാതെ പോകും.
ഇങ്ങനെയുള്ളവരെ നമുക്ക് ചുറ്റും അനേക ആളുകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കാര്യസാധ്യതയ്ക്ക് വേണ്ടി കരയുകയും കാര്യസാധ്യതയ്ക്ക് വേണ്ടി മുഖസ്തുതി പറയുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു കരയുന്നവരെ ശാന്തമാക്കിയതിനു ശേഷം കുട്ടിയെ ജീവനിലേക്ക് നയിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതാണ്. സ്വത്ര നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, നിന്റെ എല്ലാ കഷ്ടതകളും മാറട്ടെ, നിന്റെ എല്ലാ രോഗങ്ങളും മാറട്ടെ, നിന്റെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടാൽ, യേശുവിന്റെ അരികിലേക്ക് നീ വന്നാൽ, ഇന്ന് പകക്കാലം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി രോഗസൗഖ്യം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിൽക്കുവാൻ ഇടയായി തീരുമെന്നുള്ള സന്ദേശം പൽക്കാലം അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.